എന്തൊക്കെയോ പരിപാടി നടക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ള. വൈകുന്നേരം എന്തോ വലിയ പ്രിപ്പറേഷൻ എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ റൊണാൾഡോ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത് എൻ്റെ മോനാണ്. വൈഫ് എന്തോ മീനാടി? സിലോപ്പി മീനാണല്ലേ? ഓക്കെ. സിലോപ്പി മീൻ നമ്മൾ എന്തോ ഗ്രില്ലടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. ഗ്രില്ലിങ് തന്നെ. ഗ്രില്ലിങ് ആണ്. അതിനുള്ള എന്തൊക്കെയാണ് അത്? എല്ലാം ഇഞ്ചി, വെളുത്തുള്ളി, പച്ച കുരുമുളക് ഇട്ടാണ് നമ്മൾ ഗ്രില്ലടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള കഴിവ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഉളുമ്പ് ചവയ്ക്കും. നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം എടുത്ത് കളഞ്ഞ് അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ ചതച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മസാല എല്ലാം പുരട്ടിയിട്ട് ഇതിപ്പോൾ എത്രത്തോളം വൃത്തിയായിട്ടുണ്ട്. മസാല ബാക്കിയെല്ലാം പുരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് വെക്കാം. മസാലക്കൂട്ടൊക്കെയാണ് ചേർക്കുന്നത്. മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്, ഗരം മസാല, കുരുമുളക്, ഉണക്കിപ്പൊടിച്ച കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ പച്ചക്കുരുമുളകൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പച്ചക്കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് മൂന്നും കൂടെ ചതച്ചതാണ്. പച്ചക്കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പം മസാല ഇതിപ്പം ഇടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, ഷെയർ എല്ലാം ചെയ്തോളേ. നമ്മൾ പുതിയ പുതിയ പാചക രീതികളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ കുരുമുളക്, പച്ചക്കുരുമുളകാണ് കേട്ടോ. നമ്മൾ ഈ കളർ മാറിയത് ഈ പച്ചക്കുരുമുളക് ഇട്ട് ചതച്ചിട്ടാണ്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. മോളെല്ലാവരും ഇതിൽ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ, ചെയ്യാനായിട്ടൊക്കെ. അപ്പം നമുക്ക് ഇതിപ്പം മസാല കൂട്ടെല്ലാം ശരിയായിട്ടുണ്ട്. മസാലയൊക്കെ അങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് മസാല പുരട്ടിയാണ്. ഞാനും ആദ്യം വിചാരിച്ചു പൊരിക്കാനായിരിക്കുമെന്ന്, പക്ഷേ പൊരിക്കാനല്ല, ഗ്രില്ലടിക്കാനെന്നാണ് പറഞ്ഞത്. ഗ്രില്ലടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വൈകുന്നേരം രാത്രിയത്തൊക്കെയാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം മസാലയൊക്കെ നല്ല പിടിക്കണം. അപ്പോൾ നമുക്ക് ഇത് തൽക്കാലത്തേക്ക് ഫ്രിഡ്ജിലോട്ട് കയറ്റാം നമുക്ക് കേട്ടോ. നമ്മൾ ഗ്രില്ലിലോട്ട് ചെയ്ത് എന്താ പിന്നെ പറ്റില്ലാട്ടാ, പാടില്ല. ഒരുവിധം ഒപ്പിച്ചു.